ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലോട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിളിൽ 99% ആളുകൾക്കും അറിയാത്ത ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതറിയുന്ന ആളുകൾ കുറവായിരിക്കും. നിങ്ങൾക്കറിയെങ്കിൽ എന്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് നമ്മുടെ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ എന്നാണ് സാധ്യം അത് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്ന ശേഷം മുകളിൽ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ അടിയിലോട്ട് നീക്കി ഇവിടെ ആയിട്ട് കസ്റ്റം മെസ്സേജ് സെർച്ച് വിൻഡോ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഈ മോഡലായിട്ട് നമ്മൾ ഗൂഗിളിൻ്റെ സെർച്ച് ഐക്കൻ്റെ നമുക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ കുറക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്നും കുറക്കുകയും കട്ടി കൂട്ടണമെന്നുണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ അടിയിലോട്ട് നീക്കി ഇവിടെ ആയിട്ട് രണ്ടാമതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിലെന്ത് ചെയ്യാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. നമ്മൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ എന്താണ് സെർച്ച് ചെയ്യുന്നത് വെച്ചാൽ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ മോഡലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ട്രാൻസ്ലേറ്റ് അയക്കുക ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഞാൻ ആഡ് വിൻഡോ ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ആഡ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇൻ്റർഫേസ് നമ്മുടെ ഫോണിൽ ഇവിടെ ആയിട്ട് വരാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഹോം പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതുമാണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഗൂഗിൾ എടുക്കുന്നത് എന്താണെന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഞാനിവിടെ കൊടുത്തത് ആ ട്രാൻസ്ലേറ്റിൻ്റെതാണ്. ആ ട്രാൻസ്ലേറ്റിൻ്റെ ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നേരെ നമ്മുടെ ട്രാൻസ്ലേറ്റിൻ്റെ ആ പേജിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്ത് ട്രാൻസ്ലേറ്റ് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഇതുപോലെ ഈസി ആയിക്കൊണ്ട് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം.